ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. കുറച്ച് ദിവസമായില്ലേ വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ്. വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. വിറകുണ്ടാക്കുന്ന തിരക്കും പിന്നെ 2 ദിവസമായിട്ട് പണിക്കാരും ഒക്കെ ഉണ്ട്. അപ്പം അതാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു സമയം കിട്ടാത്ത പോലെയായി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടേനി കേട്ടോ. ഇന്നിപ്പം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഇന്നിപ്പോൾ കുക്കിങ്ങോ ക്ലീനിങ്ങോ ഒന്നുമല്ല കാണിക്കുന്നത്. അപ്പം അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടേനി. നമ്മൾ നെറ്റി തുണികളൊക്കെ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേനി. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടേനി, എവിടുന്ന തുണികൾ എടുക്കൽ, കടൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണുക. ചെറിയൊരു വീഡിയോ ആണ്. ശനിയാഴ്ച ആയതുകൊണ്ടേ പിന്നെ മദ്രസ് മാത്രമല്ലേ ഉള്ളൂ, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ സ്കൂൾക്ക് പറഞ്ഞയക്കണ ആ ഒരു ഇതോ ഒന്നുമില്ല. ശനിയാഴ്ച ആകുമ്പം നമുക്ക് പോകാനും സുഖമാണ്. പിന്നെ സ്കൂളിലൊരു ദിവസത്തിനൊക്കെ പോകുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെയാണ്. അപ്പോൾ ഏതായാലും ഊരിക്ക് ട്രിപ്പ് ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ കോഴിക്കോട്ടേക്ക് നമ്മളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ട്രിപ്പ് ഉണ്ട് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ അങ്ങനെ പോകാതിരുതി. ഞങ്ങൾ ബസ്സിന് പോകും. പിന്നെ അവിടുന്ന് തുണികൾ കൊണ്ടുവരാനും സുഖമാണല്ലോ. ട്രിപ്പുകാർ ഓലെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വിളിക്കുമ്പോൾ നമുക്ക് വേഗം തുണികളൊക്കെ എടുത്തിട്ട് ആ വണ്ടിയിൽ തന്നെ അങ്ങോട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കടിയേറ്റൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കടലക്കറിയും വെച്ചിട്ടുണ്ട്. പിന്നെ കടി പുട്ട് ചൂടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഉമ്മ ഉണ്ടാക്കിക്കോളൂ എന്ന് കരുതി. അതിന് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ബ്രെഡാണ് കേട്ടോ കഴിക്കുന്നത്. രാവിലെ തന്നെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ തോന്നൂലല്ലോ. അപ്പം ബ്രെഡ് കഴിച്ച് പിന്നെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ 6 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പോവൽ. 5:30 ആകുമ്പോൾ പോകാൻ നോക്കും. പക്ഷേ ഒരു സമയമാകുമ്പോൾ നമുക്ക് നേരം വെളുക്കാത്ത പോലെ തോന്നും. പിന്നെ ഇവിടെ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ നേരത്തെ പോകാനും ഒരു പേടിയാണ്. അപ്പോൾ ഒരു 6 മണി സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ പോയത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. പിന്നെ നടക്കാൻ പോണോലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാവലുണ്ട് കേട്ടോ കൂടെ. ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ ബസ്സിന് പോവലാണ്. അപ്പോൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6:30 ആയപ്പോൾ തന്നെ ചുങ്കത്തറ എത്തി. അവിടുന്ന് പിന്നെ അമ്മാനും കൂട്ടി പോയി. അങ്ങാടിയിട്ടും സ്കൂട്ടിമ്മ പോയിട്ടോ. പിന്നെ അവിടുന്ന് ഒരു വീടിൻ്റെ മുന്നിൽ നമ്മളറിയണ വീടിൻ്റെ മുന്നിൽ വണ്ടി വെച്ചങ്ങാണ്ട് നേരെ ബസ് കയറി. ഒരു 7 മണിൻ്റെ ബസ്സാണ് കേട്ടോ കിട്ടിയത്. 7 മണിൻ്റെ ബസ് പോയാൽ എന്തായാലും ഒരു 2.5 മണിക്കൂറാവും അവിടെ എത്താൻ. നേരത്തെ എണീറ്റതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും 2.5 മണിക്കൂർ സമയം ഉണ്ടല്ലോ അവിടെ എത്താൻ. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങിട്ടോ. ഇനി ബസ് കയറിയാൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങണ ഒരാളാണ്. ബസ് കയറിയാലും അതേപോലെ ഏത് വണ്ടി പോയാലും എനിക്കൊരു ഉറക്കം വരുന്ന പോലെയാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി. അപ്പോൾ 7 മണിൻ്റെ ബസ്സിന് പോന്നിട്ട് ഏകദേശം ഒരു 9:30 ആയപ്പോഴത്തേന് ഞങ്ങളവിടെ എത്തിയിട്ടോ. പിന്നെ ഹോട്ടലിൽ കയറി ചായയൊക്കെ കുടിച്ച് ഭക്ഷണം ശരിക്കും കഴിക്കാതെ പോകുന്നതല്ലേ. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടേനി. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതുകൊണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനും വേണ്ടിയിട്ട് നല്ലൊരു ചൂടുള്ള ചായയും പൊറോട്ടയും ഒക്കെ കഴിച്ചു കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് സ്റ്റാൻഡിൻ്റെ എതിർവശമായിട്ടാണ് കേട്ടോ നമ്മളെ കട ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ ലിഫ്റ്റിൽ കയറിയിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഓണത്തിൻ്റെതൊക്കെ ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളാണ് കേട്ടോ കടയ്ക്ക് കയറിയത്. തിരക്കായിട്ടില്ല. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേന് കൂടുതലും ആൾക്കാർ വരുള്ളൂ. നമ്മൾ കുറച്ച് ദൂരം ആയതുകൊണ്ട് നേരത്തെ പോയി. അതുകൊണ്ട് നേരത്തെ എത്തും ചെയ്യാൻ നമ്മൾ എളുപ്പമെടുത്ത് കണ്ട് നമുക്ക് വേഗം പോരും ചെയ്യാം കേട്ടോ. ഒരു 2 മണിൻ്റെ ബസ്സിന് ഒക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ അവിടുന്ന് പോരലുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കട, രാംദേവ് പറഞ്ഞിട്ട്. അത് 3 ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലും ഉണ്ട് നൈറ്റി കടകൾ. പിന്നെ അതേപോലെ ഇത് 2ാമത്തെ ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു വൈഭവ് പറഞ്ഞൊരു കട ഉണ്ടേനി. പക്ഷേ ഇപ്പം അത് കച്ചവടമൊന്നും ഇല്ല അതിൽ. അത് ഒന്നും കൂടി വിപുലാക്കിങ്ങാണ്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് മാത്രമല്ല പിന്നെ വേറെ നമ്മൾ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ ഹോൾസെയിൽ കടകൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ എടുക്കലുണ്ട്. അധികം ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് ഒരു പീസായിട്ടൊന്നും തരൂല കേട്ടോ. ഒരു 15
പീസൊക്കെ എടുക്കണം. അപ്പോൾ ഇവിടുന്നാണ് ഞങ്ങൾ അധികവും തുണികൾ എടുക്കൽ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കട. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടേനി. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വീഡിയോ കൂടുതൽ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. തിരക്കാവുമ്പോഴത്തിന് പെട്ടെന്ന് തുണികളൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.